ദൂരെ ദൂരെ ഗ്രാമത്തിൽ ഒരു ഗ്ലാസ് ബോട്ടിൽ നിർമ്മിക്കുന്ന ആളുണ്ടായിരുന്നു. കുപ്പികൾ, വ്യത്യസ്ത രീതിയിലുള്ള കുപ്പികൾ. അദ്ദേഹം ഭയങ്കര ഫേമസ് ആയിരുന്നു ആ കുപ്പി നിർമ്മിക്കുന്നത്. രാജാക്കന്മാർ മുതൽ ദിവ്യന്മാരും ഗ്രാമവാസികളും വരെ ഈ കുപ്പി വാങ്ങാൻ വേണ്ടി വരുവാർ. ഭംഗിയും ഭയങ്കര സ്റ്റൈലും ഉള്ളതായിരുന്നു. അതിന് ഒരുപാട് സുഗന്ധദ്രവ്യങ്ങൾ പകരുന്നതിനും ഒക്കെ ആൾക്കാർ, പുണ്യമായ തൈലങ്ങളൊക്കെ പകരുന്നതിന് വേണ്ടിയിട്ട് അവിടെ വന്ന് പ്രത്യേക രീതിയിലുള്ള കുപ്പികൾ ആൾക്കാർ വാങ്ങിക്കൊണ്ടു പോകാം. പക്ഷെ ഇദ്ദേഹത്തിന്റെ കുപ്പിയിൽ ഒരു കുപ്പി അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിരുന്നു. അത് പ്രത്യേകമായി ലോക്കൊക്കെ ചെയ്ത് ഒരൊറ്റ കുപ്പി. ഇന്ന് വരെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ ഒരു സുഗന്ധം. ഏത് ദുഃഖത്തെയും ഏത് കഷ്ടപ്പാടുകളെയും എല്ലാ സഫറിങ്ങുകളെയും സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു സുഗന്ധം. അതൊന്ന് സ്മെൽ ചെയ്താൽ മതി. പിന്നെ ജീവിതത്തിൽ ദുഃഖങ്ങളില്ല, വിഷമങ്ങളില്ല, സങ്കടങ്ങളില്ല. മാജിക്കൽ പെർഫ്യൂം. കുപ്പി വാങ്ങാൻ വരുന്ന പലരും ചോദിക്കുമായിരുന്നു, ആ കുപ്പി അത് എന്ത് വില പറഞ്ഞാലും, എത്ര ലക്ഷം രൂപ പറഞ്ഞാലും, നിങ്ങൾ എന്ത് ഫീസ് അതിന് ഈടാക്കിയാലും ഞാൻ അത് വാങ്ങാൻ റെഡിയാണ്. കോടീശ്വരന്മാർ അദ്ദേഹത്തിന്റെ മുന്നിൽ ക്യൂ നിന്നിരുന്നു. അത് തരുവാണെങ്കിൽ എന്തും നിങ്ങൾക്ക് തരാം. അങ്ങനെ പലരും ക്യൂ നിൽക്കുന്നുണ്ട്. ആ കടക്കാരൻ പറഞ്ഞു, അതങ്ങനെ തരാൻ പറ്റൂല, ആ കുപ്പി പൊട്ടിക്കാൻ പാടില്ല, അതിലെ ഒരു ഗന്ധം ഒരു സ്വല്പം പോലും പാഴാകാൻ പാടില്ല, നിങ്ങളൊന്നും അത് സ്വീകരിക്കാൻ വേണ്ടി റെഡി ആയിട്ടില്ല. ഒരിക്കൽ ആ രാജ്യത്തെ രാജകുമാരൻ തന്നെ ഭയങ്കര അഹങ്കാരിയും ബുദ്ധിമാനും ഭയങ്കര മിടുക്കനും ഭയങ്കര കഴിവുള്ളവനും എല്ലാ അറിവും നേടിയവനും എല്ലാ മതഗ്രന്ഥങ്ങളെ കുറിച്ചും എല്ലാ മതങ്ങളെ കുറിച്ചും ഒക്കെ ജ്ഞാനം നേടിയവനായിരുന്നു ഈ രാജകുമാരൻ. അവൻ ഈ കടക്കാരന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ എനിക്കത് നൽകണം, നിന്നോട് ആജ്ഞാപിക്കുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, അത് അവിടെ തന്നെ ഇരിക്കും, നിങ്ങൾ ചക്രവർത്തിയായാലും രാജാവായാലും അത് എടുക്കാൻ നിങ്ങൾക്ക് പറ്റും. എല്ലാ ശക്തിയും ഉണ്ടായിട്ടും ആ രാജകുമാരന് പോലും അത് അന്നേരം ആ വാക്കുകളിൽ ഭയം തോന്നും. അങ്ങനെ പേര് കയറി എടുക്കാനും പറ്റൂല, ഈ സാധനം പേടിയുണ്ടാവും. രാജകുമാരനോട് ആ കടക്കാരൻ ചോദിച്ചു, ഇപ്പോൾ ഞാൻ നിനക്ക് തന്നാൽ, ഞാൻ തന്നു എന്നിരിക്കട്ടെ, അതെടുത്ത് നിനക്ക് തന്നു ഞാൻ, നീ എന്ത് ചെയ്യും? ഇപ്പൊ രാജകുമാരൻ ചിരിച്ചോണ്ട് പറഞ്ഞു, ഈ ലോകം മുഴുവൻ എന്റെ മുന്നിൽ കുമ്പിടും, ഈ ലോകം മുഴുവൻ എന്റെ മുന്നിൽ കുമ്പിടും, ഞാൻ ഇത് വിൽക്കും, ഈ സുഗന്ധം വിൽക്കും, ലോകം മുഴുവൻ ഞാൻ വാങ്ങും, എല്ലാവരുടെയും ഹൃദയം ഞാൻ വിലക്ക് വാങ്ങും, അങ്ങനെ ഞാൻ ഈ ലോകത്തിന്റെ ദൈവമായി ഞാൻ ഇവിടെ വാങ്ങും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് തരാത്തത്, അതുകൊണ്ട് തന്നെയാണ് 41 ദിവസം കഴിയണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീലിംഗ് ഒക്കെ വരണം എന്നൊക്കെ പറഞ്ഞത്. ഇതേ കടക്കാരന്റെ മുന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച്, ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് ക്ലാസ്സുകൾ കേട്ട്, ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകൾ കേട്ട്, ഒരുപാട് ആകർഷണ നിയമത്തെ കുറിച്ച് പഠിച്ച്, ഒരുപാട് മനഃശക്തിയെ കുറിച്ച് പഠിച്ച്, ഒരുപാട് വിവരങ്ങൾ പഠിച്ചിട്ട് ഒന്നും നേടാൻ കഴിയാതെ ഒരു സാധാരണക്കാരൻ അലഞ്ഞു തിരിഞ്ഞ ഒരു ദിവസം ഈ കടക്കാരന്റെ മുന്നിൽ വന്ന യാത്രക്കാരൻ ഒന്നും പറഞ്ഞില്ല. ആ കടക്കാരന്റെ മുന്നിൽ മുട്ടുകുത്തി നിശബ്ദനായിട്ട് അവിടെ ഒന്നും ചോദിച്ചോയില്ല. ദിവസങ്ങളോളം ആ യാത്രക്കാരൻ അവിടെ താമസിച്ചു. ഇതേ സ്ഥാനം അന്വേഷിച്ച് കുറെ യാത്രക്കാർ ഈ യാത്രക്കാരന്റെ കൂടെ വന്നിരുന്നു. അവരിൽ പലരും ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകും, പലരും ചാടിപ്പോയി, ചിലർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് എനിക്ക് സത്യം മനസ്സിലാക്കണമെന്ന് അന്വേഷിച്ച് വന്നിരുന്ന ആ അവൻ അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചു. അദ്ദേഹത്തിന്റെ കട തുടച്ച് വൃത്തിയാക്കാനും അവിടെ വിളക്ക് കത്തിച്ചു വെക്കാനും വരുന്ന കസ്റ്റമേഴ്സിന് ചായ കൊടുക്കാനും ഒക്കെ അവിടെ കൂടെ വന്നു. ഒരിക്കലും പെർഫ്യൂം ചോദിച്ചില്ല. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കടയുടമ ആ കുപ്പി എടുത്തുകൊണ്ട് ആരുമില്ലാത്തൊരു സമയത്ത് അവന് അത് തുറന്നു നൽകി. ആ വന്ന യാത്രികൻ അപ്പോൾ സുഗന്ധത്തെക്കാൾ അപ്പുറത്ത് അവന്റെ ഹൃദയത്തിലേക്ക് എന്തോ ഒന്ന് ഒഴുകി, എന്തോ ഒന്ന് അവൻ കരയാൻ തുടങ്ങി. കാരണം പോലും അറിയാതെ അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി വരാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ ആ കുപ്പിയിൽ നിന്നും പുറത്തു വരുന്നതിന്റെ ആ സ്വാതന്ത്ര്യത്തിന്റെ ആ ലഹരി അവന് മനസ്സിലായത്. ഈശ്വരൻ, ദൈവം, കർത്താവ്, അള്ളാഹു ആ സുഗന്ധം ജസ്റ്റ് മൂടിയിട്ട് മാത്രമുള്ളൂ. അത് ക്രൂരതയിൽ നിന്നുള്ള അഹങ്കാരവും അത്യാഗ്രഹവും വ്യാജസത്വവും എല്ലാം വിട്ട് ശൂന്യമായ ഒരു ഹൃദയത്തിന് മാത്രമേ അത് സ്വീകരിക്കാൻ കഴിയൂ എന്ന് അവന് മനസ്സിലായി. പൊട്ടിക്കാൻ ശ്രമിക്കരുത് എന്ന് അവന് മനസ്സിലായി. അത് തുറക്കാൻ യോഗ്യനാകാൻ ശ്രമിക്കുക.